ഹായ്, ഞാൻ മെൽവിൻ, ഇൻറ്റീരിയർ ഡിസൈനർ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു 7 ഡ്രോയിങ്ങിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. ഈ ഡ്രോയിങ് നമ്മൾ 7 ചെയ്തു വെച്ചിട്ടുള്ളത് മെയിൻ സ്റ്റേജ് 1 നമുക്ക് ഒരു ഡൗട്ട് കൂടാതെയും ഒരു ഡിലേ ഇല്ലാതെയും നമുക്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു 7 ഡ്രോയിങ്ങുകളാണ്. അപ്പോൾ ഏതാണ് ആ 7 ഡ്രോയിങ്ങുകൾ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെ ഡ്രോയിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഡിമോളിഷൻ ഡീറ്റെയിൽ ഡ്രോയിങ് ആണ്. അതായത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ചില ഏരിയകളിൽ ഡിമോളിഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് വോള് കട്ട് ചെയ്യേണ്ടത് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്ലാബ് കട്ട് ചെയ്യേണ്ടത് വരുന്നുണ്ട്. ഓരോ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തായിട്ടുള്ള നമ്മൾ ഡ്രോയിങ് വരുന്നത് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ ആണ്. നമ്മൾ ഈ ഡിമോളിഷൻ ചെയ്ത ഭാഗങ്ങളിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമുക്ക് പുതിയതായിട്ട് ബ്രിക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ളത്, ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് പ്ലാസ്റ്ററിങ് വരുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡ്രോയിങ്ങാണ് കൺസ്ട്രക്ഷൻ ഡ്രോയിങ് എന്നുള്ള ആ ഒരു ഡ്രോയിങ്ങിന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഡ്രോയിങ് ഇൻറ്റീരിയർ ലേഔട്ടാണ്. ഇൻറ്റീരിയർ ലേഔട്ടിൽ നമ്മൾ ഓരോ ഫർണിച്ചറിൻ്റെയും സൈസും അതിൻ്റെ അറേഞ്ച്മെൻറ്റും അതിൻ്റെ സൈഡിലോട്ടുള്ള സ്പേസിങ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ്ങാണ് ഇൻറ്റീരിയർ ലേഔട്ട് ഡ്രോയിങ്. അതിൽ നമുക്ക് ഓരോ ഫർണിച്ചർ ലേഔട്ട് എന്നും പറയാം ഇതിനെ. ഓരോ ഫർണിച്ചറിൻ്റെയും ഡയമെൻഷനും അതിൻ്റെ സ്പേസിങ്ങും കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ്ങാണ് ഫർണിച്ചർ ലേഔട്ട് അഥവാ ഇൻറ്റീരിയർ ലേഔട്ട് എന്നുള്ള രീതിയിൽ നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. നാലാമത്തായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഡ്രോയിങ് ഫ്ലോറിംഗ് ലേഔട്ടാണ്. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടൈലിൻ്റെ മുകളിൽ നമ്മൾ പുതിയതായിട്ട് ടൈലിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈലിങ്ങിൽ ഓരോ ഏരിയയിലും ഏത് ടൈലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് മെറ്റീരിയലാണ് നമ്മൾ ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ്ങാണ് ഫ്ലോറിംഗ് ലേഔട്ട് എന്നുള്ളത്. ടൈലിൻ്റെ പേര്, ടൈലിൻ്റെ സൈസ്, ഇതെല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ്ങാണ് നമ്മുടെ ഫ്ലോറിംഗ് ലേഔട്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ ലേഔട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ ഈ അപ്പാർട്ട്മെൻറ്റിൽ വരുന്ന എല്ലാ ലൈറ്റിങ്ങും, അതുപോലെ തന്നെ ലൈന്, സ്വിച്ചസ്, സോക്കറ്റ്സ്, ഇലക്ട്രിക്കലായിട്ടുള്ള എല്ലാ ഡീറ്റെയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡ്രോയിങ്ങാണ് ഇലക്ട്രിക്കൽ ലേഔട്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഡ്രോയിങ്ങാണ് HVAC ലേഔട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോർമൽ AC ഇല്ല, കാസറ്റ് AC തന്നെ 1 വേ കാസറ്റ് AC ആണ് നമ്മൾ ഇതിൽ വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഹൈറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ സൈസ്, ഇൻഡോർ യൂണിറ്റിൻ്റെ സൈസ്, ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ സൈസ്, അതിൻ്റെ ഏരിയ കവറേജ് എന്നീ ഡീറ്റെയിലുകളുള്ള ഒരു ലേഔട്ടാണ് നമ്മുടെ HVAC ലേഔട്ട്. ഫൈനലായിട്ടുള്ള ലേഔട്ട് നമ്മൾ സാനിറ്ററി ഫിറ്റിങ്സ് അഥവാ പ്ലംബിംഗ് ലേഔട്ട്. സാനിറ്ററി ഡീറ്റെയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിലെ ഓരോ ഫിറ്റിങ്ങിൻ്റെയും ഹൈറ്റ്, അതുപോലെ തന്നെ ഓരോ ഫിറ്റിങ്ങിൻ്റെയും സൈസ് എല്ലാം നമ്മളിതിൽ മെൻഷൻഡാണ്. ഒരു ഡ്രോയിങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേജ് 1 കംപ്ലീറ്റ് ചെയ്യാൻ ഒരു തരത്തിലുള്ള ഡൗട്ടോ ഡിലേയോ നമുക്ക് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു 7 ഡ്രോയിങ്ങാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത ഒരു ഡീറ്റെയിലുമായിട്ട് വരാം. ബൈ.